വെൽക്കം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇത് നമ്മുടെ വരാൻ പോകുന്ന എല്ലാ PSC എക്സാംസിനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യത്തെ ചോദ്യം, 2025 ഏത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ തീം അഥവാ പ്രമേയം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. അപ്പം 2025 UN ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഈ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന് ഒരു പ്രമേയവും കൊടുത്തു. അതെന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പ്രമേയവും കിട്ടിക്കോളും. സിമ്പിളാണ്. അടുത്ത ചോദ്യം, 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? പശ്ചിമ ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിനാണ് ഈ പ്രാവശ്യത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ലഭിച്ചത്. അത് 78ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. വെസ്റ്റ് ബംഗാളിനാണ് കിട്ടിയത്. ഇന്ത്യ നേപ്പാൾ സംയുക്ത സൈനികാഭ്യാസമായ സൂര്യകിരണിൻ്റെ 18ാമത് പതിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? ലുംബിനി, നേപ്പാളിലാണ്. ആക്ച്വലി ഇന്ത്യയും നേപ്പാളും തമ്മിൽ നടക്കുന്ന സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് എന്ത്? സൂര്യകിരൺ എന്ന് പറയുന്നത്. സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് എന്ത്? സൂര്യകിരൺ എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സംയുക്ത സൈനികാഭ്യാസമാണ് സൂര്യകിരൺ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നേപ്പാൾ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. അതായത് ഈ പ്രാവശ്യത്തെ, അതായത് 18ാമത് പതിപ്പ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ലുംബിനി, നേപ്പാളിലാണ് 18ാമത്തെ പതിപ്പ്. അത് എപ്പോൾ നടന്നു, ഏത് വർഷം നടന്നു എന്ന് ചോദിച്ചാൽ അത് തുടങ്ങിയത് 2024 ഡിസംബർ 31-നും അവസാനിച്ചത് ജനുവരി പകുതിയിലുമാണ് ഇത് അവസാനിക്കുന്നത്. ഈ മിലിറ്ററി എക്സസൈസ് അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർഷം ചോദിക്കത്തില്ല, 18ാമത് പതിപ്പ് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതെവിടെയാണ്? ലുംബിനി, നേപ്പാളിലാണ്. അടുത്ത ചോദ്യം, കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത് എവിടെയാണ്? കന്യാകുമാരി, തമിഴ്നാട്ടിലാണ്. കന്യാകുമാരിയിലാണ് കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിലവിൽ വന്നത്. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? 4 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്, ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ഡി ഗുഗേഷ്, നമ്മുടെ വേൾഡ് ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷ്. മനു ഭേക്കർ, നമ്മുടെ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ നമുക്ക് മെഡൽ നേടിത്തന്ന മനു ഭേക്കറാണ് രണ്ടാമത്തെ ഖേൽരത്ന ജേതാവ്. ഹർമൻ പ്രീത് സിംഗ്, ഹോക്കി താരമായ ഹർമൻ പ്രീത് സിംഗ്. ഹൈജംപ് താരമായ പ്രവീൺ കുമാർ, ഇദ്ദേഹം ഒരു പാരാ അത്ലറ്റും കൂടിയാണ്, പ്രവീൺ കുമാർ. ഈ 4 പേർക്കാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ആദ്യം ഇതിൻ്റെ പേരെന്തായിരുന്നു? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നായിരുന്നു. അത് മാറ്റിയിട്ട് എന്താക്കി? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാക്കി. അത് 2024 ആർക്കൊക്കെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കൊക്കെയാണ്? ചെസ് താരമായ ഡി ഗുഗേഷ്, ഷൂട്ടിംഗ് താരമായ മനു ഭേക്കർ, ഹോക്കി താരമായ ഹർമൻ പ്രീത് സിംഗ്, ഹൈജംപ് പാരാ അത്ലറ്റ് താരമായ പ്രവീൺ കുമാർ. ഇത്ര പേർക്കാണ്, 4 പേർക്കാണ് ഖേൽരത്ന പുരസ്കാരം 2024 ലഭിച്ചത്. ഓക്കെ, എല്ലാവരും വേൾഡ് കായിക മത്സരങ്ങളിൽ തന്നെ ശോഭിച്ച ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇവരുടെ പേര് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒളിമ്പിക്സിലും ഒക്കെ ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇവരുടെ പേര് പെട്ടെന്ന് കിട്ടുമായിരിക്കും. അടുത്ത ചോദ്യം, 2024 അർജുന അവാർഡ് ലഭിച്ച മലയാളി താരം ആരാണ്? സാജൻ പ്രകാശാണ് കേട്ടോ. നീന്തൽ താരമായ സാജൻ പ്രകാശിനാണ് 2024 അർജുന അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2024 ദ്രോണാചാര്യ പുരസ്കാര ജേതാവായ മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ ആരാണ്? അപ്പം വിവിധ കായിക പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചത് എന്താണ്? 2024 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ ആരാണ്? ആജീവനാന്ത വിഭാഗം എന്നതിലാണ് ലഭിച്ചിരിക്കുന്നത്. ആരാണ് ഈ മലയാളി? എസ് മുരളീധരനാണ്. അപ്പം മലയാളി ബാഡ്മിൻ്റൺ പരിശീലകനായ എസ് മുരളീധരന് ഈ പ്രാവശ്യത്തെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. 2024 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചു എസ് മുരളീധരൻ, ബാഡ്മിൻ്റൺ പരിശീലകൻ. അടുത്തത്, സംസ്ഥാന സർക്കാർ നൽകുന്ന ഹരിവരാസന പുരസ്കാരത്തിന് 2025 അർഹനായ ചലച്ചിത്ര ഗാന രചയിതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2025 ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ആരായിരുന്നു? PK വീരമണിദാസനായിരുന്നു. അടുത്ത ചോദ്യം, 2025 വനിതാ കബഡി ലോകകപ്പ് വേദി എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ബീഹാറിലാണ് വനിതാ കബഡി ലോകകപ്പ് വേദി 2025.
രാജ്യസഭാ സെക്രട്ടറി ജനറലായിട്ട് വീണ്ടും നിയമിതനായത് ആരാണ്? പ്രമോദ് ചന്ദ്ര മോഡിയാണ്. അദ്ദേഹം തന്നെയായിരുന്നു. പിന്നെ വീണ്ടും അദ്ദേഹം തന്നെയാണ് പുതിയതായിട്ടും രാജ്യസഭാ സെക്രട്ടറി ജനറലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്, നിയമിതനായ. അടുത്ത ചോദ്യം, 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയ തദ്ദേശീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? അതായത് നമ്മുടെ ഈ കഴിഞ്ഞ 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കുറച്ച് തദ്ദേശീയ കലാരൂപങ്ങൾ മത്സര ഇനമായിട്ട് പുതുതായിട്ട് ചേർത്തു. അതേതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇരുള നൃത്തം, മലയപ്പുലയാട്ടം, തളിയ നൃത്തം, മംഗലം കളി, പണിയ നൃത്തം. അപ്പം ഈ തദ്ദേശീയ കലാരൂപങ്ങളാണ് നമ്മുടെ 63ാമത് സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമായിട്ട് പുതുതായിട്ട് ചേർത്തത്. ഏതൊക്കെയാണ്? ഇരുള നൃത്തം, മലയപ്പുലയാട്ടം, പളിയ നൃത്തം, മംഗലം കളി, പണിയ നൃത്തം. ഓക്കെ. അതുപോലെ തന്നെ എത്രാമത് സ്കൂൾ കലോത്സവമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്? 63ാമത് സ്കൂൾ കലോത്സവമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പം അതിൽ 5 തദ്ദേശീയ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തി. ഏതൊക്കെയാണ്? ഇരുള നൃത്തം, മലയപ്പുലയാട്ടം, പളിയ നൃത്തം, മംഗലം കളി, പണിയ നൃത്തം. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമായിരുന്നു കേട്ടോ, തിരുവനന്തപുരമായിരുന്നു. അടുത്ത ചോദ്യമാണ്, ബൗളർമാർക്കുള്ള ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തിയതിനോടൊപ്പം ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് നേടിയ ഇന്ത്യൻ പേസർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അപ്പം ICCയുടെ ഒരു ടെസ്റ്റ് റാങ്കിങ്, ബൗളേഴ്സിനുള്ള ഒരു ടെസ്റ്റ് റാങ്കിങ്, അതിൽ എന്താണ്? മുന്നേയും ഇദ്ദേഹം തന്നെയായിരുന്നു, ഇപ്പോഴും പിന്നെയും ആ സ്ഥാനം നിലനിർത്തി, 1ാം സ്ഥാനം നിലനിർത്തി. ഇത് കൂടാതെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് നേടുകയും ചെയ്തു. ഉയർന്ന റേറ്റിംഗ് പോയിന്റ് നേടി ഇന്ത്യൻ പേസർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. ചന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? അസമാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെയാണെന്നൊക്കെ ചോദിച്ച് നമുക്ക് വന്നിട്ട്. അടുത്തത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ്, 82nd ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ്. ബെസ്റ്റ് ഫിലിം ഡ്രാമ വിഭാഗത്തിൽ ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. ബെസ്റ്റ് ആക്ടർ ഡ്രാമ വിഭാഗത്തിൽ ആരാണ്? ആഡ്രിൻ ബ്രോഡി. അത് ഏത് സിനിമയിലെ ആക്ടറാണ്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലെ ആക്ടറാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? ബ്രാഡി കോർബറ്റ് ആണ്. അദ്ദേഹം ഏത് സിനിമയുടെ സംവിധായകനാണ്? ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ്. അപ്പോൾ ഈ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് 3 അവാർഡ്സ് ആണ് ലഭിച്ചത്. അത് ബെസ്റ്റ് ഫിലിമാണ് ഡ്രാമ വിഭാഗത്തിൽ. അതിലെ ആക്ടറായ ആഡ്രിൻ ബ്രോഡിക്കാണ് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടറായ ബ്രാഡി കോർബറ്റിനാണ് ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് ലഭിച്ചത്. ഇനി ബെസ്റ്റ് ഫിലിം മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ ഏതാണ് ബെസ്റ്റ് ഫിലിം? എമിലിയ പെരസ് ആണ് കേട്ടോ, എമിലിയ പെരസ്. ബെസ്റ്റ് നോൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫിലിം ഏതാണ്? അതും എമിലിയ പെരസ് ആണ്, എമിലിയ പെരസ്. ബെസ്റ്റ് ഒറിജിനൽ സോങ് ഏതാണ്? എൽ മാൽ എന്ന് പറയുന്ന സോങ് ആണ് എമിലിയ പെരസിൽ നിന്നുള്ളത്. അപ്പോൾ എമിലിയ പെരസ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് 3 അവാർഡ്സ് ആണുള്ളത്. ബെസ്റ്റ് ഫിലിം മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗം, ബെസ്റ്റ് നോൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫിലിം, ബെസ്റ്റ് ഒറിജിനൽ സോങ് ഇതിൽ നിന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് ബെസ്റ്റ് ആക്ട്രസ് ഡ്രാമ വിഭാഗത്തിൽ ആരാണ്? ഫെർണാണ്ട ടോറസ്, ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നുള്ളത്. ബെസ്റ്റ് ആക്ട്രസ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗം ആരാണ്? ഡെമി മൂർ, ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമയിൽ നിന്നും. ബെസ്റ്റ് ആക്ടർ മ്യൂസിക്കൽ ഓർ കോമഡി ഡ്രാമ നമ്മൾ പറഞ്ഞു, മ്യൂസിക്കൽ ഓർ കോമഡിയാണ് നമ്മൾ പറയുന്നത്. സെബാസ്റ്റ്യൻ സ്റ്റാൻ, എ ഡിഫറെന്റ് മാൻ എന്ന സിനിമയിൽ അഭിനേതാവ്. ഇനി ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഏതാണ്? പീറ്റർ സ്ട്രോഹാൻ ആണ്. അത് കോൺക്ലേ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ബെസ്റ്റ് ആനിമേറ്റഡ് ഫിലിം അത് ചോദിക്കാൻ മതി. ബെസ്റ്റ് ആനിമേറ്റഡ് ഫിലിം ഏതാണ്? ഫ്ലോ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ബെസ്റ്റ് ഫിലിം എന്തായാലും നോക്കി വെക്കണം. അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടറും ആക്ട്രസും കൂടെ ഒന്ന് നോക്കി വെക്കുക. അടുത്ത ചോദ്യം, ബോർഡർ ഗവാസ്കർ ട്രോഫി 2024-25 ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ ആണ് കേട്ടോ, ഓസ്ട്രേലിയ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കറെയും ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരമായ അലൻ ബോർഡറുടെയും പേരിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത് അല്ലേ. അപ്പം അത് 2024-25 ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാവ് ആരാണ്? ഓസ്ട്രേലിയ ആണ്. അപ്പം ഇത് ആരുടെ പേരിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയാണ്? നമ്മുടെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ സുനിൽ ഗവാസ്കറിൻ്റെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ മുൻ ക്രിക്കറ്റ് താരമായ അലൻ ബോർഡറുടെയും പേരിൽ നടക്കുന്ന പരമ്പരയാണിത്. ഈ തവണത്തെ 2024-25 വിന്നർ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ ആണ് കേട്ടോ.
അടുത്തത് 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ വേദി എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ പ്രമേയം എന്താണ്? വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. ഓക്കെ, അപ്പോൾ അത് നടന്നത്, ഈ കൺവെൻഷൻ നടന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ്. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നുള്ളതാണ്. 2025 ജനുവരിയിൽ രാജി പ്രഖ്യാപിച്ച കാനഡയുടെ പ്രധാനമന്ത്രി ആരാണ്? ജസ്റ്റിൻ ട്രൂഡോയാണ് കേട്ടോ, ജസ്റ്റിൻ ട്രൂഡോ. 2025 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പ്രധാന ആർക്കിടെക്റ്റുമാരിൽ ഒരാളുമായ വ്യക്തി ആരാണ്? ഡോക്ടർ രാജഗോപാല ചിദംബരമാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അല്ലേ, നമ്മുടെ ആണവ പദ്ധതിയിലൊക്കെ ഒരു പ്രധാന ആർക്കിടെക്റ്റ് ആയിരുന്നു ഇദ്ദേഹം ഈ 2025 ജനുവരിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? രാജഗോപാല ചിദംബരം എന്നാണ്. 1974 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിലും 1998 പൊക്രാൻ സെക്കൻഡ് പരീക്ഷണത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിലും അതുപോലെ തന്നെ 1998 പൊക്രാൻ സെക്കൻഡ് പരീക്ഷണത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിരുന്നു. അതുപോലെ തന്നെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. ആറ്റോമിക് കമ്മീഷൻ ചെയർമാനും ഗവൺമെന്റ് സെക്രട്ടറിയും, ഇങ്ങനെ പല പല പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഈ അടുത്ത് ജനുവരിയിൽ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ നമ്മുടെ ആണവ പദ്ധതികളിലൊക്കെ ഒരു പ്രധാന ആർക്കിടെക്റ്റും കൂടിയായിരുന്നു ഇദ്ദേഹം. 1975 പത്മശ്രീയും 1999 പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഇദ്ദേഹമാണ് നമ്മുടെ ഡോക്ടർ രാജഗോപാല ചിദംബരം. അടുത്ത ചോദ്യം, കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ വേദി എവിടെയാണ്? നിയമസഭാ സമുച്ചയം, തിരുവനന്തപുരം. ആരാണ് സംഘടിപ്പിക്കുന്നത്? കേരള നിയമസഭയാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ വേദി എവിടെയാണ്? നിയമസഭാ സമുച്ചയം തന്നെയാണ്. എത്രാമത്തെ പുസ്തകോത്സവമായിരുന്നു? 3ാമത്തെ അന്താരാഷ്ട്ര പുസ്തകോത്സവമായിരുന്നു കേട്ടോ. അടുത്തത്, 2025 ജനുവരിയിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ഏതാണ്? HMPV ആണ്. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? എന്താണ്? ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നാണ് കേട്ടോ, HMPV. അടുത്തത്, വിച്ച് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് സ്പേസ് റോബോട്ടിക് ആം ഡെവലപ്ഡ് ബൈ ദ ഇനേർഷ്യ സിസ്റ്റം യൂണിറ്റ് ഓഫ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതായത് ISROയുടെ ഇനേർഷ്യ സിസ്റ്റംസ് യൂണിറ്റ് ഡെവലപ്പ് ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. ഓക്കെ, ഏതാണ്? ദ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. ഇതാണ് അതിൻ്റെ പേര് വരുന്നത്. ഫസ്റ്റ് സ്പേസ് റോബോട്ടിക് ആം ഡെവലപ്ഡ് ബൈ ദ ISRO ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം ആണ് കേട്ടോ. സ്പേസ് റോബോട്ടിക് ആം ആണ് RRMTD എന്ന് പറയുന്നത്. ഓക്കെ, ഭാവിയിൽ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യന്ത്രക്കൈ വികസിപ്പിക്കുന്നത്. 2025 ജനുവരിയിൽ ബഹിരാകാശത്ത് സ്പേസ് റോബോട്ടിക് ആം വിജയകരമായി ISRO പ്രവർത്തിപ്പിച്ചു. അടുത്ത ചോദ്യം, ISRO സ്പീഡെക്സ് ദൗത്യത്തിനൊപ്പം 2024 ഡിസംബർ 30 വിക്ഷേപിച്ച PSLV C60 റോക്കറ്റിലെ ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ അഥവാ POEM-4 ഘടിപ്പിച്ചിരുന്ന പേലോഡുകളിൽ ഏത് പേലോഡിലാണ് ബഹിരാകാശത്ത് വെച്ച് മുളപ്പിക്കാനായി 8 പയർ വിത്തുകൾ ഉണ്ടായിരുന്നത്? അടുത്ത ചോദ്യം, ISRO സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം 2024 ഡിസംബർ 30 വിക്ഷേപിച്ച PSLV C60 റോക്കറ്റിലെ ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ അഥവാ POEM-4 ഘടിപ്പിച്ചിരുന്ന പേലോഡുകളിൽ ഏത് പേലോഡിലാണ് ബഹിരാകാശത്ത് വെച്ച് മുളപ്പിക്കാനായി 8 പയർ വിത്തുകൾ ഉണ്ടായിരുന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത്രയും നോക്കുക. നമ്മുടെ PSLV C60 റോക്കറ്റ് ഉണ്ട്. ആ റോക്കറ്റിൽ ഒരു മൊഡ്യൂൾ ഉണ്ട്, ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എന്നാണ് അതിൻ്റെ പേര്. അതിനെ നമ്മൾ POEM-4 എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഈ മൊഡ്യൂളിൽ, അതായത് PSLV C60 എന്ന് പറയുന്ന റോക്കറ്റിലെ ഈ മൊഡ്യൂളിൽ, POEM-4 എന്ന് പറയുന്ന ഈ മൊഡ്യൂളിൽ കുറച്ച് പേലോഡ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ പേലോഡിലെ ഒരു പേലോഡിൽ നമ്മൾ ബഹിരാകാശത്ത് വെച്ച് മുളപ്പിക്കാനായിട്ട് പയർ വിത്തുകൾ വെച്ചിരുന്നു. ആ പേലോഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ഏതാണ് ആ പേലോഡിൻ്റെ? പേരാണ് ക്രോപ്സ് പേലോഡ്. ഫുൾ ഫോം കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ്.
ഓക്കെ, അപ്പം PSLV C60 റോക്കറ്റിലെ മൊഡ്യൂളായ ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ, അതിൻ്റെ മറ്റൊരു പേരാണ് POEM-4. ഈ മൊഡ്യൂളിൽ കുറച്ച് പേലോഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു പേലോഡിൽ നമ്മൾ 8 പയർ വിത്തുകൾ വെച്ചു, ബഹിരാകാശത്ത് വെച്ച് മുളപ്പിക്കാനും അതിനെപ്പറ്റിയൊക്കെ പഠിക്കാനും വേണ്ടിയിട്ട്. ആ പേലോഡിൻ്റെ പേരാണ് ക്രോപ്സ് പേലോഡ് അഥവാ കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ്. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററാണ് ഈ ക്രോപ്സ് പേലോഡ് നിർമ്മിച്ചത്. അതിൻ്റെ ഫുൾ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞു. മൈക്രോ ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് സസ്യങ്ങൾ വളരുക എന്ന് പഠിക്കാനാണ് ഈ ISROയുടെ ഈ പരീക്ഷണം. ബഹിരാകാശത്തേക്ക് അയച്ച് 4-ാം ദിവസം ഈ വിത്തുകൾ മുളച്ചതായി ഇസ്രോ 2025 ജനുവരി 4-ന് അറിയിച്ചിരുന്നു. അവരുടെ ഒരു ട്വീറ്റാണിത്, കണ്ടോ, പയർ വിത്ത് മുളച്ച ആ പടം വെച്ച് അവരൊരു ട്വീറ്റ് ISRO ട്വീറ്റ് ചെയ്തിരുന്നു. അവിടെ പോയിട്ട് ആ പയർ വിത്ത് ബഹിരാകാശത്ത് വെച്ചിട്ട് ആ പയർ വിത്ത് മുളച്ചതിൻ്റെ ഒരു ട്വീറ്റാണിത് കേട്ടോ. അടുത്തത്, പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് വേദി എവിടെയാണ്? ഡൽഹിയാണ് കേട്ടോ, ഡൽഹി. പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് ഭാഗ്യ ചിഹ്നം ഏതാണ്? തേജസ് താര. ഇതാണ്, ഈ തന്നിരിക്കുന്നതാണ് അതിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് വേദി എവിടെയാണ്? ഡൽഹിയാണ്. ഭാഗ്യചിഹ്നം എന്താണ്? തേജസ് താര. അടുത്ത ചോദ്യം, 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. 2025 ഓസ്കാറിലെ മികച്ച ചിത്രത്തിനുള്ള ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചലച്ചിത്രം ഏതാണ്? ആടുജീവിതമാണ്. അത് നമുക്ക് അറിയാവുന്ന ചോദ്യമാണ് അല്ലേ. പുതിയ ISRO ചെയർമാനും സ്പേസ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയുമായി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? വി നാരായണനാണ്. അടുത്ത ചോദ്യം, 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 85 ആണ്. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 85 ആണ്. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായ അംഗമായ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആന്ധ്രാപ്രദേശ്. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ തുരങ്കം ഏതാണ്? സോനാമാർഗ് തുരങ്കമാണ്. സോനാമാർഗിനെയും ഗഗൻഗിറിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കത്തിന് 6.5 കിലോമീറ്റർ ദൂരമുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് കമൻറ്റ് യുവർ സജഷൻസ് ഇൻ ദ കമൻറ്റ് ബോക്സ്.